ശീതകാല സമ്മേളനം അവസാനിപ്പിച്ച ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനം സംബന്ധിച്ച ബിൽ ഇന്ന് ലോക്സഭയിൽ പാസാക്കി. ലോക്സഭ സ്തംഭിപ്പിക്കാൻ ശ്രമിച്ച 3 പ്രതിപക്ഷ എംപിമാരെ കൂടി ഇന്ന് സസ്പെൻഡ് ചെയ്തതോടെ ഈ സമ്മേളന കാലയളവിൽ ഇരു സഭകളിലുമായി 146 എംപിമാരാണ് സസ്പെൻഷൻ നടപടികൾ നേരിട്ടത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കൂടാതെ കമ്മീഷൻ അംഗങ്ങളുടെ നിയമനം, സേവന വ്യവസ്ഥകൾ, ഓഫീസ് കാലാവധി എന്നിവ സംബന്ധിച്ച ബില്ലാണ് ഇന്ന് ലോക്സഭയിൽ പാസായത്. ബില്ല് നിയമമാകുന്നതോടെ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന കേന്ദ്രമന്ത്രിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും ഉൾപ്പെട്ട സമിതിയാകും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും അംഗങ്ങളെയും തീരുമാനിക്കുക. ഈ മാസം ആദ്യം രാജ്യസഭയിലും ഈ ബില്ല് പാസായിരുന്നു. ടെലികോം ബില്ലും ഇന്ന് ലോക്സഭയിൽ പാസായി. ഈ സമ്മേളന കാലയളവിൽ 19 ബില്ലുകളാണ് സഭ പരിഗണിച്ചത്. ഇതിൽ പ്രധാനം IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവയ്ക്ക് പകരമുള്ള ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയമം എന്നിവയാണ്. ജമ്മുകാശ്മീർ പുനഃസംഘടനാ ബിൽ, ജമ്മുകാശ്മീർ സംവരണ ഭേദഗതി ബില്ലടക്കം സഭ പാസാക്കിയിരുന്നു. ഈ സമ്മേളന കാലയളവിൽ സഭയ്ക്കുള്ളിൽ അതിക്രമിച്ചു കടന്ന 2 പേർ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സംഭവമുണ്ടായി. ഇതേ തുടർന്ന് സഭാ നടപടികൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ച 146 എംപിമാരാണ് ഇരുസഭകളിൽ നിന്നുമായി സസ്പെൻഷൻ നടപടികൾ നേരിട്ടത്. കഴിഞ്ഞ 4-ന് ആരംഭിച്ച സഭാ സമ്മേളനം ഇന്ന് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ജനം, ഡൽഹി.